ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇതൊരു വീഡിയോ അല്ല, ഇതൊരു ജീവിത അനുഭവമാണ്. കഷ്ടപ്പാടിൻ്റെയും പോരാട്ടത്തിൻ്റെയും കഥയാണ്. നമ്മളെ കൂട്ടുകാരൻ്റെ 390 ഡ്യൂക്ക് ബൈക്ക് 2 കള്ളന്മാർ ചേർന്ന് അടിച്ചുകൊണ്ട് പോയി. ആ കള്ളന്മാരെ പിടിക്കാൻ പോണ പോക്കാണിത്. കള്ളന്മാരെ പിടിക്കാൻ പോണല്ല, ആ ലൊക്കേറ്റ് ചെയ്ത് അവരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. CCTV ക്യാമറ നോക്കി. CCTV ക്യാമറയുടെ പിറക്കെ നടന്നത് സൽമാനും അജിനുമാണ്. ഇപ്പോൾ ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. വീട്ടുകാരെ മുഖമൊന്നും കാണിക്കുന്നില്ല, അതൊരു തെറ്റാണ്. സൽമാനും അജിനും നിൽക്കുകയാണ് ഇവിടെ. ബാക്കി കൂട്ടുകാരും ഉണ്ട്, സൽമാൻ്റെ കുറച്ച് കൂട്ടുകാരും ഉണ്ട്, ഇർഫാൻ്റെ കുറച്ച് കൂട്ടുകാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, നമ്മളും ഉണ്ട്. അങ്ങനെ ഒരു കള്ളൻ്റെ വീടെത്തിയിരിക്കുകയാണ്. ഇനി ആ വീട്ടിൽ നടക്കുന്ന സംഭവം, വീട്ടിൽ നിന്ന് അവന്മാർ വന്ന ബൈക്ക് നമുക്ക് കിട്ടി. അത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോളൂ. മടക്കി വെച്ചാണ് കൊണ്ടുവന്നല്ലേ? ഇങ്ങനെയാണ് വണ്ടി വന്നത്. ഫ്രണ്ട് താണ്ടേ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? നോട്ടെ നോട്ടെ. ഇങ്ങനെയാണ് മടക്കി വെച്ചാണ് കൊണ്ടുവന്നല്ലേ അവന്മാര്? ഊന്നുമൂട്ടിന്ന് എടുത്തോണ്ട് പോയ വണ്ടി സ്പാർക്ക് ചെയ്താൽ മാത്രമേ വണ്ടി പോകണല്ലേ? അതാണ് വണ്ടി. നമ്മളെ വണ്ടി കിട്ടണം. ഈ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. ഇതാണ് തള്ളിക്കൊണ്ട് വന്ന വണ്ടി. നമ്മളെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഇതിനകത്ത് ചവിട്ടി തള്ളി. ഈ വണ്ടിയിൽ അവന്മാര് വന്നു പറഞ്ഞാണ്. ഈ വണ്ടിക്കകത്താണ് അവന്മാര് വന്നത്. ഫ്രണ്ട് നമ്പർ ഇല്ല. ഇതെല്ലാം വന്നിട്ട് നമ്മളെ വണ്ടി എടുത്തോണ്ട് പോയിട്ട് വീട്ടിനകത്തുനിന്ന് എടുത്തിട്ട് ഇതിനകത്തുനിന്ന് ചവിട്ടി ഉന്തി തള്ളിക്കൊണ്ട് വന്നു. ഉന്തി തള്ളിക്കൊണ്ട് വന്നില്ലേ? ആ ഉന്തി തള്ളിക്കൊണ്ട് വന്ന ഓടിച്ച വണ്ടി ഇതാണ്. ഒറ്റക്കണ്ണ് ഇത് ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും ഓണാക്കാം. അങ്ങനെ പോലീസൊക്കെ വന്ന്, ഇരവിപുരം പോലീസാണ് വന്നത്. ഇരവിപുരം പോലീസ് പറഞ്ഞ് ബൈക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കാൻ. വണ്ടി സ്റ്റാർട്ടാവത്തില്ല. അപ്പോൾ സ്റ്റാർട്ടാവാത്തതുകൊണ്ട് ആ കള്ളന്മാർ നമ്മളെ ബൈക്ക് എങ്ങനെയാണ് തള്ളിക്കൊണ്ട് പോയത്, അതേപോലെയാണ് നമ്മളും തള്ളിക്കൊണ്ട് പോകുന്നത്. ഇതിൻ്റെ പിറകിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. സൽമാനും അജിനും കൂടെ ക്യാമറ നോക്കിയാണ് ലാസ്റ്റ് ലൊക്കേഷൻ കിട്ടിയത്. ഈ CCTV ക്യാമറ തന്ന ഒരുപാട് നല്ലവരായ നാട്ടുകാരും കടക്കാരും എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തി. ഇനി ഈയൊരു അനുഭവം നമ്മളെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി പോലും പോകരുത്. അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അങ്ങനെ ഇത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ കള്ളൻ്റെ വീട്ടിൽ പോവുകയാണ്. അതിന് മുന്നേ കോംപ്രമൈസൊക്കെ ആയിട്ട് അവർ വന്ന് വണ്ടി തരാൻ, കേസ് നോക്കലെന്ന് പറഞ്ഞ് അത് നമ്മൾ രണ്ടാമത്തെ കള്ളൻ്റെ വീട്ടിൽ പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് തന്നെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ആ രണ്ടാമത്തെ കള്ളൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കള്ളനെന്ന് തന്നെ പറയാം, അതിന് വേറെ തെറ്റൊന്നുമില്ല. വണ്ടി എടുത്തുകൊണ്ട് പോയാൽ വേറെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല നമുക്ക്. രണ്ടാമത്തെ കള്ളൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പം ഒരു ഇടുങ്ങിയ വഴിയൊക്കെയാണ്. സ്ഥലമൊന്നും ഞാൻ കറക്റ്റ് പറയുന്നില്ല. അവിടെ 2-3 ബൈക്കൊക്കെ ഇരിക്കുന്നത്. അത് സ്വന്തം ബൈക്കാണെന്നാണ് പറഞ്ഞത്, ആയിരിക്കാം, നമുക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അവരെ വീട്ടിൽ നിന്നൊക്കെ കഴിഞ്ഞ് CCTV ക്യാമറ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അവന്മാർ ഇങ്ങനെയാണ് തള്ളിക്കൊണ്ട് വന്നത്. കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. നമ്മളിത് ആ വണ്ടി എവിടെ വെച്ചിട്ടുണ്ടെന്ന് അവന്മാർ പറഞ്ഞ് നമ്മൾ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അഭിമാന നിമിഷം എത്തി. വണ്ടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ വണ്ടി, 390 വണ്ടി. ഇതിനുവേണ്ടി സഹായിച്ച പാരിപ്പള്ളി പോലീസുണ്ട്. പാരിപ്പള്ളി പോലീസിൽ SI ഉണ്ട്. ആ SI അവിടെ നിന്ന് ഇപ്പോൾ സ്ഥലം മാറി പോയി. പിന്നെ ഇരവിപുരം പോലീസുണ്ട്. പിന്നെ സൽമാൻ്റെ കൂട്ടുകാരുണ്ട്, ഫാമിലി ഉണ്ട്, നമ്മളുണ്ട്. കൂടെ നിന്ന് സഹായിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ടുണ്ട്. നന്ദി. അടുത്തൊരു